ലോക കേരള സഭ അംഗം ഉത്തരാഖണ്ഡിൽ നിന്ന് ദിനേശ് മയ്യനാട് ചേരുകയാണ്. ദിനേശ്, താങ്കൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായും ഇന്നലെ തന്നെയും നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും ദുരന്തമുഖത്ത് ഭയപ്പാടോടെ നിൽക്കുന്ന, ആ ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാ മനുഷ്യരും നമുക്ക് ഒരുപോലെയാണെങ്കിലും മലയാളികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആശങ്ക ഇത്തിരി കൂടുതലാണ്. അപ്പോൾ 28 പേർ, അവരിലേക്ക് ഡ്രൈവറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ദിനേശ്? ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു ഡ്രൈവറായിട്ട്. അജയ് താഫ എന്ന് പറഞ്ഞ ഡ്രൈവറായിട്ട് സംസാരിച്ചു. കുറച്ച് നേരം ഞാൻ കുറെ ട്രൈ ചെയ്തതിനു ശേഷം കുറച്ച് നേരത്തിൽ കിട്ടി. അവിടെ റേഞ്ച് എല്ലാം കുറവാണ്, അത് കാരണം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും സേഫാണ്. ബേരോ ഘാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുള്ളത്. അവിടെ സേഫാണ്. പിന്നെ ഇവിടെ നമ്മളുടെ ഒരു മലയാളി IG ഉണ്ട്, ശ്രീ VK കൃഷ്ണകുമാർ. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അവരെല്ലാവരും സേഫാണ്. അവരെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബൈ റോഡ് കൊണ്ടുവരാൻ ഒരു 4-5 ദിവസത്തേക്ക് പറ്റില്ല. അവർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെതർ അനുവദിക്കുന്നില്ല. അപ്പൊ അവർ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത നോക്കുന്നുണ്ട്. അതിന് ഹെലിപാഡിന്റെ റിപ്പയറിംഗ് എന്തോ നടക്കുന്നുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ മാത്രമേ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും സേഫ് ആണ്, അത് കൺഫേം ചെയ്തു ഒഫീഷ്യലി. ആ പ്രദേശത്ത് തന്നെ മറ്റു വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അതെല്ലാം എയർലിഫ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനമായിരിക്കുമോ നടക്കുക? ആ പ്രദേശത്ത് ഒരുപാട് വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇവിടുന്ന് ഋഷികേശിൽ നിന്ന് ചമോളി വഴിക്കാണ് നമ്മൾ ഈ അപകടം നടന്ന ധരാളി ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അതിനിടയ്ക്ക് ഏകദേശം 8-9 സ്ഥലത്ത് ഈ ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് എല്ലാം കംപ്ലീറ്റ് ഒലിച്ചു പോയിരിക്കുന്നു. നേരെയാക്കാൻ എന്നുള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്ര 4-5 ദിവസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി വരാനുള്ള ഒരു വഴിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നവര്. ഇതിപ്പോൾ ഈ ഗംഗോത്രിയിലേക്കുള്ള യാത്ര ആയിരുന്നല്ലോ അല്ലെ ഇവരുണ്ടായിരുന്നത്. ഈ അപകടം സംഭവിച്ചത് 4 കിലോമീറ്റർ അപ്പുറം എന്ന് പറയുമ്പോൾ ആ പ്രദേശം എങ്ങനെയാണ്? അപകടം ബാധിച്ചിട്ടുള്ള പ്രദേശം തന്നെയല്ലേ? അല്ല, ഇവര് ഈ അപകടം നടന്ന സ്ഥലം ധരാളി ഗ്രാമത്തിലാണ്. അവരവിടുന്ന് ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ അപകടം നടന്നത്. പക്ഷെ അവരുള്ള സ്ഥലത്തേക്ക് അപകടത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമല്ല. ഓൺലി പ്രശ്നം റോഡ് ബ്ലോക്ക് ആയ കാരണം അവർക്ക് വാഹനം അങ്ങോട്ടും ഗംഗോത്രിയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, തിരിച്ചും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. എല്ലാവരും ഒരുമിച്ച് തന്നെ അവർക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം എല്ലാവരും ഉണ്ട്. ഡ്രൈവറോട് സംസാരിച്ചു, അതും ഡ്രൈവറെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഡ്രൈവർ പുറത്ത് വന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു കിട്ടി, ഡ്രൈവർ സംസാരിക്കാൻ പറ്റി. അജയ് താഫയാണ് ഡ്രൈവർ. അദ്ദേഹം പറഞ്ഞു എല്ലാവരും സേഫാണ്. വയസ്സായ ആളുകളാണ്. മരുന്ന് അത്യാവശ്യം അവർക്ക് ഒരു ആഴ്ച 10 ദിവസത്തേക്കുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ട്. ബാക്കി ആഹാരത്തിനെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും ഒക്കെ അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? ഒക്കെ കിട്ടുന്നുണ്ട്. ഒക്കെ കഴിയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അവരെല്ലാവരും സേഫ് ആണ്. അത് കൺഫേം ആണ്, ഒഫീഷ്യലി കൺഫേം ചെയ്തു. ഓക്കെ, ഭയപ്പെടേണ്ടതില്ല. ഒരു ആത്മവിശ്വാസത്തിൽ ഇരിക്കണമെന്ന് അവരെന്തായാലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അതെ. അവര് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ സിഗ്നൽ ഇല്ല, എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. ഈവൻ ഡെറാഡൂണിലും നമ്മുടെ സിഗ്നൽ വളരെ മോശമാണ് ഇപ്പോൾ ഈ മഴ നിൽക്കുന്ന കാരണം. അപ്പൊ അവിടെ തീരെ സിഗ്നൽ ഇല്ല, അത് കാരണം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു. ഈ നിമിഷത്തിൽ പ്രതികരിച്ചത് ദിനേശ് മയ്യനാട്ട്. അദ്ദേഹം ഓരോ വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അകപ്പെട്ട 28 മലയാളികളുടെ സംഘം അവരുടെ ഡ്രൈവറുമായി കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്.